ഈരാറ്റുപേട്ടയിൽ ജനിച്ച് ലോകത്തോളം വളർന്ന വിശ്വപൗരനാണ് VR ഫിറോസ് എന്ന ഈരാറ്റുപേട്ടക്കാരൻ. ആധുനിക കാലത്തെ എഞ്ചിനീയറിംഗ് വൈതരണികളെ നേരിടാൻ പുതുതലമുറയെ പ്രാപ്തമാക്കുന്ന ജർമ്മനി കേന്ദ്രമായുള്ള SAP എന്ന ലോകോത്തര ബ്രാൻഡിന്റെ സീനിയർ വൈസ് പ്രസിഡന്റും SAPയുടെ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിന്റെ തലവനുമാണ് VR ഫിറോസ്. 10,000-കണക്കിന് IT വിദഗ്ധർ ജോലി ചെയ്യുന്ന SAP ലാബ്സ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ പദവിയിലെത്തുന്ന ഏക ഇന്ത്യക്കാരനും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് ഫിറോസ്. അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ സ്ഥാപനമായി സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചതും ഈ സ്ഥാപനത്തെയായിരുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഇന്ത്യ ഇൻക്ലൂഷൻ ഫൗണ്ടേഷന്റെ സ്ഥാപകനായ ഫിറോസ് ലോകത്തെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം പിടിച്ച 2 പുസ്തകങ്ങളുടേതടക്കം അനേകം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ദി ഗിഫ്റ്റഡ് 6 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഈ ഗ്രന്ഥത്തിന്റെ കന്നഡ വിവർത്തനത്തിന് കർണാടക സാഹിത്യ അക്കാദമിയുടെ അവാർഡും ലഭ്യമായി. ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ലെക്ചററായ ഫിറോസ് ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതുന്ന പ്രതിവാരകോളം ലൈഫ് ലീഫ് ഏറെ ശ്രദ്ധ നേടിയെടുക്കുന്ന കുറിപ്പുകളാണ്. 2012 വേൾഡ് എക്കണോമിക് ഫോറം ഫിറോസിനെ യങ് ഗ്ലോബൽ ലീഡറായി തിരഞ്ഞെടുത്തു. 2014 40 വയസ്സിന് താഴെയുള്ള 40 ഇന്ത്യൻ പ്രതിഭകളെ ദി എക്കണോമിക് ടൈംസ് തിരഞ്ഞെടുത്തപ്പോൾ ആ പട്ടികയിൽ ഇടം നേടിയ ഏക മലയാളിയും ഫിറോസ് ആയിരുന്നു. ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയറിംഗ് സർവീസിൽ നിന്നും വിരമിച്ച ഈരാറ്റുപേട്ട വെള്ളൂപ്പറമ്പിൽ VA റഷീദിന്റെയും ഫാത്തിമയുടെയും പുത്രനായ ഫിറോസ് ഇപ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് താമസം. മഹാരാഷ്ട്ര സ്വദേശിനിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദീപാലിയാണ് ഫിറോസിന്റെ ഭാര്യ. വിവാൻ ഫിറോസ് ഏകപുത്രനും. നമസ്കാരം. ഈ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നാട്ടിലെ പ്രതിഭകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ന്യൂസ് പരിചയപ്പെടുത്തുന്നത് വളരെ വ്യത്യസ്തതയാർന്ന മേഖലകളിൽ പ്രവർത്തിച്ച് ഈരാറ്റുപേട്ടയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു വിശ്വ പൗരൻ എന്ന് ഈരാറ്റുപേട്ടയ്ക്ക് ഉറപ്പായും പറയാവുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം, നമ്മളുടെ ഈരാറ്റുപേട്ട അനേകം ആളുകളെ പുറം ലോകത്തേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതിലൊരുപക്ഷെ ഏറ്റവും ടോപ്പായി ഒരു പൊസിഷനിൽ കൈകാര്യം ചെയ്യുന്ന അടുത്ത തലമുറയിലെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അത് അടുത്ത ഒരു തലമുറയിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ആഗോള വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന SAP എന്ന് പറയുന്ന ഒരു വലിയ സംരംഭത്തിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട VR ഫിറോസ്. അദ്ദേഹം ഈരാറ്റുപേട്ട സ്വദേശിയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വെള്ളൂപ്പറമ്പിൽ VA റഷീദ് സാറിന്റെ മോനാണ്. നമ്മളുടെ നാട്ടിന്റെ അഭിമാനമായി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഫിറോസ് സാറിനെ നമ്മളുടെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. എന്താണ് സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സാറിപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം 6 വർഷം കൂടിയാണ് സാറ് നാട്ടിലേക്ക് വരുന്നത് തന്നെ. അപ്പം സാറ് വളരെ ഗ്ലോബൽ ലെവലിലുള്ള ബിസിനസ് ചെയ്യുകയും നമ്മൾ മനസ്സിലാക്കിയിടത്തോളം 2014 ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച 40 സംരംഭകരെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി കണ്ടെത്തിയപ്പോൾ ആ 40-ൽ ഒരാൾ പ്രിയപ്പെട്ട ഫിറോസ് സാറായിരുന്നു. അപ്പൊ അത്രമാത്രം ലെവലിൽ ബിസിനസ് സംരംഭങ്ങൾ നടത്തുകയും പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന താങ്കളെ കുറിച്ച് കൂടുതലായി ഞങ്ങൾക്ക് അറിയില്ല. താങ്കൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. താങ്കളുടെ പ്രവർത്തന മേഖല എന്താണ്, ഏതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്? താങ്ക് യു. ഫസ്റ്റ്ലി എന്റെ മലയാളം കുറച്ച് വീക്കാ, അതുകൊണ്ട് ഞാൻ ഐ ട്രൈ മൈ ബെസ്റ്റ്. കുറച്ച് മലയാളവും ഇംഗ്ലീഷും കുഴപ്പമില്ലല്ലോ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം പറയുകയാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയുമായിട്ട് ഫോക്കസ് എഡ്യൂക്കേഷനിലായിരുന്നു. ഫാദർ റെയിൽവേയിലായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ലെവലില് എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എൻ്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ച ആയിരുന്നു വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞ് വാല്യൂ ഓഫ് ബുക്സ്. എൻ്റെ ഫാദർ പറയുമായിരുന്നു, ഇത് ഇംഗ്ലീഷിലൊരു ബ്യൂട്ടിഫുൾ ടേം ഉണ്ട്, ദി വെൽത്ത് ഓഫ് എ ഹൗസ് ഷുഡ് ബി മെഷേർഡ് ബൈ ദ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ഹൗസ്, നോട്ട് ദ മണി ഇൻ ദ ബാങ്ക്. വീടിൻ്റെ ആക്ച്വൽ വെൽത്ത് അത് ബുക്സ് ആണ്. അപ്പോൾ ഫോക്കസ് ഒത്തിരി എഡ്യൂക്കേഷനിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് എഡ്യൂക്കേഷൻ്റെ ത്രൂ ഗ്രോത്ത് കാണുള്ളൂ. അച്ഛനും അമ്മയായിട്ട് വാല്യൂസ് ഒത്തിരി ഫോക്കസ് ആയിരുന്നു. ഫാദർ ഭയങ്കര ഓണസ്റ്റ് ഓഫീസറായിരുന്നു. ആ വാല്യൂസ് പ്ലേഡ് എ ബിഗ് റോൾ. ഞാനും എൻ്റെ എൽഡർ ബ്രദർ ആദ്യം IIT പഠിച്ചു. ഞാൻ REC NIT വരങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു.
പക്ഷേ ഒത്തിരി എഞ്ചിനീയേഴ്സ് വേൾഡിലുണ്ട്, ഞാനും വൺ ഓഫ് ദ മെനി എഞ്ചിനീയേഴ്സ് ആയിരുന്നു. പക്ഷേ ഐ തിങ്ക് ദ ബിഗസ്റ്റ് ഡിഫറൻസിയേഷൻ ഫോർ മീ പേഴ്സണലി ഒരു എൻ്റെ സക്സസിൻ്റെ ഒരു മെയിൻ റീസൺ ആയിരുന്നു കോമ്പിനേഷൻ ഓഫ് ഗുഡ് നോളജ്, ഗുഡ് വാല്യൂസ്, നല്ല വാല്യൂ സിസ്റ്റംസ് ഉണ്ട്. ഹ്യൂമിലിറ്റി ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്. എത്ര വലിയ ആളായാലും ഹ്യൂമിലിറ്റി വേണം. ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിലേ മോർ എഡ്യൂക്കേഷൻ, മോർ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ കോമ്പിനേഷൻ കുറച്ച് ലക്കും വേണം. യുനോ ഈ വേൾഡിൽ ലക്ക് ഇല്ലാതെ പറ്റിയല്ല. പക്ഷെ ഹാർഡ് വർക്ക്, ഫോക്കസ്, ഹാർഡ് വർക്ക്, ലക്ക്, എല്ലാം കോമ്പിനേഷൻ. പ്ലസ് ഇൻട്രസ്റ്റ് ഇൻ സയൻസും ടെക്നോളജിയിലും മാത്രം ഇൻട്രസ്റ്റ് അല്ല, എനിക്ക് ആർട്സും ലിറ്ററേച്ചറും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഈ കോമ്പിനേഷൻ വലിയ ഇമ്പോർട്ടൻ്റ്. യുനോ ലോട്ട് ഓഫ് പീപ്പിൾ ആസ്ക് മീ കി ഡിഫറൻഷിയേറ്റർ എന്താ, നിങ്ങളുടെ എന്താ ബിഗസ്റ്റ് ഡിഫറൻസ്? ഞാനൊരു എഞ്ചിനീയറും ആണ്, ഒരു ഓഥറും ഉണ്ട്. ഞാൻ പഠിപ്പിക്കാൻ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ലീഡർഷിപ്പും പഠിപ്പിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ മകനെയും നോക്കും. എൻ്റെ മകൻ 14 വർഷം ഓട്ടിസ്റ്റിക്കാ. ഒരു ഫാദറിൻ്റെ റോളും പ്ലേ ചെയ്യണം. ആ കോമ്പിനേഷൻ ഓഫ് ഓൾ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് യു യുണീക്ക്. ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ് അല്ല, ഒരു വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ all of this has to come together. So ഇപ്പോഴാണ് ഞാൻ നോക്കുമ്പം, എൻ്റെ ലൈഫിൽ നോക്കുമ്പം, പിറകോട്ട് നോക്കുമ്പം, വാല്യൂസും എക്സ്പോഷർ ടു നോളജ്, ലിറ്ററേച്ചർ, ഓൾ ഓഫ് ദാറ്റ് ഒരു വലിയ റോൾ പ്ലേ ചെയ്ത് ടു ബിക്കം ഹു ഐ ആം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ താങ്കളുടെ SAP എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് സെക്ഷൻ, അതാണല്ലോ താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട വർക്കിംഗ് ഏരിയ. എന്താണ് അതിന്റെ ഒരു വിശദാംശങ്ങൾ എന്താണ്? സോ SAP എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ മൾട്ടിനാഷണലാ, ജർമ്മൻ മൾട്ടിനാഷണലാ. ഇപ്പം നിങ്ങൾ വേൾഡിൽ ഓൾ ദ ടോപ്പ് ടെക്നോളജി കമ്പനീസ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആയിരിക്കും മൈക്രോസോഫ്റ്റ്, പിന്നെ ടെസ്ല, പിന്നെ ഫേസ്ബുക്ക്, ഗൂഗിൾ. എല്ലാവരും ഓൾ ദ ടോപ്പ് 10 IT കമ്പനീസ് വേൾഡിൽ എല്ലാം അമേരിക്കൻ കമ്പനീസ്. ഒരു എക്സെപ്ഷനേ ഉള്ളൂ, അതാ SAP. SAP is the only technology company full world that is not American but a German company. അത് 50 വർഷമായി ആ കമ്പനിയുടെ. ആക്ച്വലി കമ്പനിയുടെ ഫൗണ്ടിങ് എൻ്റെ was the same as my year of birth. So 50 വർഷമായി ആ കമ്പനിയുടെ 1974 സ്റ്റാർട്ട് ചെയ്ത്. ഓണർഷിപ്പ് ജർമൻസ് തന്നെയാണ്. Germans, fully 100% Germans. It's based in Waldorf, around 100 kilometers from Heidelberg, from Frankfurt. പക്ഷെ ERP എന്ന് പറഞ്ഞ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അവരാ ആദ്യം ഇൻവെന്റ് ചെയ്ത്. ലാർജ് കമ്പനീസ്, ഓൾ ദ ലാർജ് കമ്പനീസ്, ഇപ്പോൾ ഒരു ടോപ്പ് 100 കമ്പനീസ് വേൾഡിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ബിസിനസ് SAP സോഫ്റ്റ്വെയറിലാണ് നടക്കുന്നത്. സോ ഇറ്റ്സ് $150 billion കമ്പനി. $150 billion കമ്പനി. വേൾഡ് വൈഡ് 100,000 എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജർമ്മനിയിലാണ്. പക്ഷെ അവരുടെ ഒരു വലിയ R&D റിസർച്ച് യൂണിറ്റ് ബാംഗ്ലൂരിലാണ്. അറൌണ്ട് 10,000 എംപ്ലോയീസ് ഉണ്ട്. 2010 ഞാനായിരുന്നു അവിടുത്തെ ഫസ്റ്റ് നോൺ ജർമ്മൻ MD ഓഫ് ദ ഇന്ത്യ R&D സെന്റർ. ആ സമയത്ത് 2010 അറൌണ്ട് 5,000 എംപ്ലോയീസ് ഉണ്ട്. ഇപ്പം 10,000 ആയി. പക്ഷേ ഇറ്റ് വാസ് ബിഗസ്റ്റ് R&D സെന്റർ. എനിക്ക് അറൌണ്ട് 33 ഇയേഴ്സിൽ ഞാൻ ആ കമ്പനി, ജർമ്മൻ അല്ലാത്ത ആ കമ്പനിയുടെ MD ആകുന്ന ആദ്യത്തെ ആൾ താങ്കളാണ്. കറക്റ്റ്. അത് വി ഹാവ് എ 25-year ഹിസ്റ്ററി. ആ എല്ലാ MDസും ജർമ്മൻ ആയിരുന്നു. ഞാനായിരുന്നു അവിടുത്തെ ഫസ്റ്റ് നോൺ ജർമ്മൻ MD. അത് വലിയൊരു ഭാഗ്യമെന്നും പറയാം. ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജർമ്മനിയിൽ 2 വർഷം ജോലി ചെയ്ത്, അപ്പം അവിടുത്തെ ലീഡർഷിപ്പ് ആയിട്ട് ഭയങ്കര ക്ലോസ് ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ചു ഇന്ത്യ വന്നപ്പോൾ അവർ എന്നെ അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ കാലിഫോർണിയയിൽ പോയിട്ട് 8 വർഷമായി. അവിടെ ഒരു SAP അക്കാഡമി ഉണ്ട്. ആ അക്കാഡമിയുടെ മെയിൻ പർപ്പസ്, ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ജനറേഷൻ എഞ്ചിനീയേഴ്സ് എങ്ങനെയാ ബിൽഡ് ചെയ്യുന്നത്, അതാ എന്റെ കോർ റോൾ. 50 വർഷമായ കമ്പനിയുടെ ഹിസ്റ്ററി. പക്ഷെ അടുത്ത 50 years ആ കമ്പനി ഗ്രോ ചെയ്യുക. On what basis? Who are the engineers who are going to be there? ആ എഞ്ചിനീയേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന എന്റെ കോർ ജോലി. അതാ ഞാൻ കാലിഫോർണിയ. ഈ പുതിയതായിട്ട് വളർന്നു വരുന്ന പുതിയ തലമുറ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ന്യൂ ജെൻ ട്രെൻഡ്സ് എഞ്ചിനീയറിംഗ് മേഖലയിൽ എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ ഏരിയയിലേക്കാണ് ഇതിന്റെ ഒരു
ഡെവലപ്മെന്റ്സ് പോകുന്നത്? അതിന്റെ ഒരു സാധ്യതകൾ എവിടം വരെയാണ്? Yeah, very good question. I think everybody, എല്ലാവരും ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയാ പറയുന്നത്. ഒരു 10 വർഷം മുമ്പ് ബിഗസ്റ്റ് ട്രെൻഡ് ആയിരുന്നു സോഷ്യൽ മീഡിയ. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം എല്ലാം അക്കൗണ്ട്. ഒരു 10 വർഷം മുമ്പായിരുന്നു അതൊരു ബിഗ് ട്രെൻഡ്. The biggest trend going forward will be artificial intelligence. ഭയങ്കര പവർഫുൾ. It is as powerful as fire or electricity. പക്ഷേ we have to be very careful. ഞാൻ അതിനെപ്പറ്റി ഒത്തിരി എഴുതിയിട്ടുണ്ട്. That artificial intelligence can work both ways. It will also have a lot of negative impact, positive impactum കാണും. പക്ഷെ കെയർഫുൾ ആയിരിക്കണം. ഞങ്ങളിപ്പം സോഷ്യൽ മീഡിയ ഒരു 10 വർഷം മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആ. പക്ഷെ ഞങ്ങൾ സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ്സും കാണുന്നുണ്ട്. ഇപ്പൊ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭയങ്കര പവർഫുൾ ടൂലാ. പക്ഷെ അതിന്റെ ഐ തിങ്ക് യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നെഗറ്റീവ് പ്രധാനപ്പെട്ട ഇമ്പാക്ട് എന്തായിരിക്കും? സോ വൺ ഓഫ് ദ biggest challenges artificial intelligence in the one is fake news massively amplify ആവും. അപ്പം ട്രൂത്ത് എന്താന്ന് അറിയാൻ പറ്റില്ല. ഒരു ഇഫ് ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ട്രൂത്ത് എന്താന്ന് അറിയാൻ പറ്റില്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി വിൽ ഫിനിഷ്. അതാ ഒരു വലിയൊരു ചാലഞ്ച്. പിന്നെ സ്റ്റുഡൻസിന് ഈ തിങ്കിങ് എബിലിറ്റി കുറയും. ബിക്കോസ് ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് ആകുമ്പോൾ എല്ലാം ആൻസേഴ്സ് ഉണ്ട്. പക്ഷെ ദി ബിഗസ്റ്റ് എബിലിറ്റി ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഇൻഡിവിജ്വലി തിങ്ക് ചെയ്യാനുള്ള ആ തിങ്കിങ് എബിലിറ്റി കുറയുന്നുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി. ഇപ്പം ദാറ്റ് എല്ലാ ആൻസേഴ്സ് ഈസിയാ, ക്വസ്റ്റ്യൻസ് ആർ ഹാർഡ്. റൈറ്റ്? ദ എബിലിറ്റി ടു തിങ്ക് പ്രൊഫൗണ്ട് ക്വസ്റ്റ്യൻസ് അത് ഭയങ്കര ഒരു ഹ്യൂമൻ എബിലിറ്റിയാ. പക്ഷെ ഞങ്ങളിപ്പം എല്ലാം ആൻസേഴ്സ്, ഈസി ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, ഹൗ വിൽ യു ഫിഗർ ദാറ്റ് ഔട്ട്? വി ഡോണ്ട് നോ യെറ്റ്. സോ I think that is the biggest challenge with questions ആണ്. Questions are most important, right? If you look at all religious texts from the time of Buddha, the biggest questions are the hardest ones. Socrates or Plato, all philosophers, our questions are hardest part. Answers are easy. ഇപ്പോൾ നമ്മൾ വളരെ വ്യത്യസ്തമാർന്ന രണ്ട് മേഖലയാണ്. ഒന്ന് എഞ്ചിനീയറിംഗ് ആ മേഖല, മറ്റൊന്ന് എഴുത്തിന്റെ മേഖല. ഇത് രണ്ടും അങ്ങനെ കോമ്പിനേറ്റ് ചെയ്ത് പലപ്പോഴും വരാറില്ല. അപ്പൊ ഈ എഴുത്തിന്റെ ഒരു സ്കില്ല് അതെങ്ങനെയാണ് നിങ്ങൾക്ക് സ്വായത്തമാകുന്നത്? അത് നല്ല ക്വസ്റ്റ്യൻ. ഐ തിങ്ക് എനിക്ക് ഫോർമൽ റൈറ്റിംഗിൽ എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ അറ്റ്ലീസ്റ്റ് പറയാം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ച. അപ്പൊ അതിന് വേണ്ടി അറ്റ്ലീസ്റ്റ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. റൈറ്റിംഗില് എന്റെ റൈറ്റിംഗ് ഫുൾ റീഡിങ് ഉണ്ടായിട്ടുണ്ടാവും. ഒത്തിരി റീഡ് ചെയ്യും. വീട് ഫുൾ ബുക്സ് ആയിരുന്നു. ഇപ്പം റീഡിങ് എന്റെ ഫുൾ ടൈം ഹോബി. ആൻഡ് ഒത്തിരി റീഡ് ചെയ്തപ്പം റൈറ്റിംഗ് ഒരു ഹാബിറ്റായി. ഞാനിപ്പം ഒരു ലാസ്റ്റ് 7-8 ഇയേഴ്സ് ആയിട്ട് ഞാൻ റെഗുലർ കോളം എഴുതുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിന് റൈറ്റിംഗ് ബൈ വീക്ക്ലി കോളം. അതേതാണ് സബ്ജക്ട്? All subjects but with the backdrop of books. Bi weekly column. It's called Fly Leaf. എൻ്റെ ഒരു കോർ ബിലീഫ് everything is a muscle memory. Muscle memory എന്ന് പറഞ്ഞാൽ if you want to become a good athlete, you practice. If you want to become a good writer, you practice. So writing ഒരു പ്രാക്ടീസ് ആയിട്ടാണ് ഞാൻ റൈറ്റിംഗ് പഠിച്ച, പ്രോപ്പർലി പഠിച്ച. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് ഐഡിയാസ്, റൈറ്റ്? സോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വായിക്കാൻ വേണ്ടി. പക്ഷെ ബിക്കോസ് ഐ റീഡ് സോ മച്ച്, അത് ബിക്കോസ് ഓഫ് ദാറ്റ് ഐ വാസ് ഏബിൾ ടു ഓൾസോ റൈറ്റ്. റൈറ്റിംഗ് ഒരു ഭയങ്കര പവർഫുൾ ടൂളാണ്. ഇന്നത്തെ ജനറേഷനിൽ തിങ്കിങ് ഈസ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ. ആൾക്കാർ ചോദിക്കും ഏത് സ്കില്ലാണ് എൻ്റെ പിള്ളേരിനെ പഠിപ്പിക്കേണ്ടത്? ഞാൻ പറഞ്ഞു ദ എബിലിറ്റി ടു തിങ്ക് independently. That's very important, that skill. And Kerala is a great example of being literate. People who IQ 3, which is very good. So the ability to think, read and write is the most important skill that we need to have. In the generation, our ability to think independently are very, very important. So for me, writing or a hobby I started. ഞാൻ എപ്പോഴും ഓർത്തില്ല ബുക്സ് എഴുതുമെന്ന്. ഇപ്പൊ 5 ബുക്ക് 4 ബുക്ക് റിലീസായി. 5ാമത്തെ ബുക്ക് അടുത്ത 2 മാസം കഴിഞ്ഞ് റിലീസ് ആവും. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളാണല്ലേ? ഞാൻ എന്റെ ഒരു ബിഗ് ഫോക്കസ് ഓഫ് ഇൻട്രസ്റ്റ് ഡിസബിലിറ്റി ആണ്. അത് എന്റെ മകൻ ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് ആ ഏരിയയിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, അറിയാം, വായിച്ചിട്ടുണ്ട്.
സോ യുനോ എനിക്കൊരു വലിയ ഇൻട്രസ്റ്റ് ആ മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിനെ ലിഫ്റ്റ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് 10 വർഷമായിട്ട് എൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഇന്ത്യ ഇൻക്ലൂഷൻ ഫൗണ്ടേഷൻ, ബാംഗ്ലൂർ ബേസ്ഡ് ഫൗണ്ടേഷൻ, നോൺ പ്രോഫിറ്റാ. അവിടെ ഞങ്ങളുടെ ഡിസബിലിറ്റി അവയർനെസ് സ്പ്രെഡ് ചെയ്യാനാണ് എൻ്റെ മെയിൻ മിഷൻ. അപ്പം 10 വർഷമായിട്ട് ഞാൻ ഒരു ഇൻക്ലൂഷൻ സമ്മിറ്റ്, വിച്ച് ഇസ് നൗ ദ വേൾഡ്സ് ലാർജസ്റ്റ് സമ്മിറ്റ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബുക്സ് എല്ലാം ഫോക്കസ് at some level it is disability awareness spread ചെയ്യാനാണ് എൻ്റെ core mission. So that most of the focus of my writing. My new book, pudhiya book, is focused on and the columns in the collection. Ada അടുത്ത next month release ആവും. ഈ ഡിസബിലിറ്റി അതുമായി ബന്ധപ്പെട്ട് ഇപ്പം വലിയൊരു അക്കാഡമി വന്നിട്ടുണ്ടല്ലോ, ഗോപിനാഥ് മുതുകാടിന്റെ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മൂവ്മെന്റ് ലിങ്ക് ഉണ്ടോ, എങ്ങനെയാണ് അവരുമായിട്ട്? എനിക്ക് മുതുകാട് സാറിന് ഞാൻ എല്ലാവരും വലിയ ഫാൻസാ. ഞാനും മുതുകാട് സാറിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ മുതുകാട് സാറ് കോവിഡ് കഴിഞ്ഞപ്പം അമേരിക്കയിൽ വന്നിരുന്നു. 2 വർഷം അവരുടെ ഡിസബിലിറ്റി ആർട്ട് സെന്റർ ക്ലോസ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഒത്തിരി ഫൈനാൻഷ്യൽ സ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അപ്പം മുതുകാട് സാർ US വന്ന് ഫണ്ട് റേസ് ചെയ്യാൻ US വന്നിരുന്നു. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം മുതുകാട് സാറിനെ കാണുന്നത്. പക്ഷേ മുതുകാട് സാറിൻ്റെ വർക്ക് ഇസ് ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്, ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ 2 ദിവസം മുതുകാട് സാറിൻ്റെ കൂടെ ജസ്റ്റ് സ്പെൻഡ് ചെയ്ത് അവരുടെ ഫുൾ DAC ആക്ച്വലി കണ്ട് 300 ഡിസേബിൾഡ് ചിൽഡ്രന് അവർ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് പഠിപ്പിക്കുക അവരുടെ സെന്ററിൽ. ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വേൾഡിലെല്ലാ ഒത്തിരി ഡിസേബിലിറ്റി സെന്റേഴ്സും ഫൗണ്ടേഷൻസും പോയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ടു എൻഡ് എഡ്യൂക്കേഷൻ മാത്രമല്ല, എഡ്യൂക്കേഷനും ലീഡിങ് ടു എംപ്ലോയ്മെന്റ്. ആ ഒരു ഫെസിലിറ്റീസ് ഇൻക്ലൂഡിങ് ഫോർ ദ പേരൻസ്, അവിടുത്തെ പിള്ളേരുടെ മദേഴ്സിന് ഡെയിലി വേജസ്, ടീച്ചിങ് ദം ആർട്ട് സോ ദേ ക്യാൻ മേക്ക് ദ ലിവിങ്. അതെല്ലാം കൊണ്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു സാറിന്റെ വർക്ക് കൊണ്ട്. സാറിന് പേഴ്സണൽ ഒരു കണക്ഷനും ഇല്ല ഡിസബിലിറ്റി ആയിട്ട്, എങ്കിലും ഇത്രയും വർക്ക് ചെയ്യുന്നത് കമൻഡബിൾ. എനിക്കാണെങ്കിൽ എൻ്റെ മകൻ ഡിസേബിൾഡ്, അപ്പോൾ ഒരു പേഴ്സണൽ റീസൺ ഉണ്ട്. പക്ഷെ മുതുകാട് സാറിന് ആ പേഴ്സണൽ എന്തെങ്കിലും റീസൺ ഇല്ലാത്തതുകൊണ്ടും ഇത്രയും ചെയ്യുന്ന വെരി കമൻഡബിൾ. സാറിന്റെ ഈ ഏർലി എഡ്യൂക്കേഷനൊക്കെ നാട്ടിലായിരുന്നോ അല്ലെങ്കിൽ അതെല്ലാം പുറത്തായിരുന്നോ? ഈ നാടുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്? ഇരാറ്റുപേട്ടയുമായിട്ട് ഈ നാടുമായിട്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലായിരുന്നു ഞാൻ എല്ലാ സമ്മർ വെക്കേഷനും. തടവാട് ഇതാ തടവാട് റൈറ്റ് ഹിയർ. ഇവിടെ എല്ലാ വർഷവും സമ്മർ വെക്കേഷനിൽ ഞാൻ 1 മാസം ഇവിടെ സ്പെൻഡ് ചെയ്യും. അതിനുവേണ്ടി എൻ്റെ മലയാളം വലിയ ഫ്ലുവൻ്റ് അല്ല. ബിക്കോസ് ഞങ്ങള് മോസ്റ്റ്ലി വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്, ഹൈദരാബാദ് ഈ സ്ഥലത്താണ് ഞങ്ങളുടെ താമസം. അത് റെയിൽവേയിലായ 5 years ട്രാൻസ്ഫർ ആവും. അപ്പൊ മോസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ ഹിന്ദിയോ ഇംഗ്ലീഷോ ആയിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പം ഓബ്വിയസ്ലി മലയാളം, വീട്ടിലും മലയാളം പറയും. മലയാളം വായിക്കാനോ എഴുതാനൊക്കെ പഠിച്ചു, പക്ഷെ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് മറന്നുപോയെല്ലാം. പക്ഷെ എല്ലാ സമ്മറും ഇവിടെ വരും. എൻ്റെ കസിൻസ് ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇരാറ്റുപേട്ട ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 40-50 years എല്ലാ ഇയറും ഇവിടെ വരും. വലിയ ഒരു ക്ലോസ് കണക്ഷൻ ഉണ്ട്, ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് ഈ സ്ഥലത്തായിട്ട്. വലിയ സന്തോഷം എല്ലാ വർഷം വരുമ്പോൾ. താങ്കള് ഗ്ലോബൽ ലെവലിൽ കുറെ സംരംഭങ്ങൾ നടത്തുന്നു. ഒരു ഇരാറ്റുപേട്ട സമ്മാനിച്ചൊരു വിശ്വ പൗരൻ എന്ന് വേണമെങ്കിൽ താങ്കളെ വിശേഷിപ്പിക്കാം. ബട്ട് താങ്കൾ നാടിനു വേണ്ടി, ഈ ജനിച്ച നാട് താങ്കളുടെ സ്വന്തം നാട്, ഈ നാടിന് വേണ്ടി താങ്കളുടെ ബന്ധങ്ങളും താങ്കളുടെ സംരംഭങ്ങളും ഒക്കെ ഈ നാടിന് പ്രയോജനപ്പെടുത്താൻ എന്തെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നമ്മുടെ നാടിനെ എങ്ങനെ അത് പ്രയോജനപ്പെടുത്താം? ഞാൻ ഇന്നലെ എൻ്റെ ഫാമിലിയിൽ ഒത്തിരി പേര് ലോക്കൽ പോളിറ്റിക്സിലൊക്കെ ഇൻവോൾവ് ഉണ്ട്. ഞാൻ ഇന്നലെ ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞപ്പം കുറച്ച് മനസ്സിലായി എന്താ ഇവിടുത്തെ മെയിൻ ഇഷ്യൂസ്, എന്താ ചെയ്യാൻ പറ്റും. എൻ്റെ ഇൻട്രസ്റ്റ് പ്രൈമറിലി എഡ്യൂക്കേഷനിലാണ്. ഇപ്പോഴും എൻ്റെ ഫാദറും റിട്ടയർ ആയിരുന്നു, ഇപ്പം റെയിൽവേസിൽ പ്രൊഫസർ ആയിരുന്നു. ഞാനിപ്പം ഒരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എഡ്യൂക്കേഷനിലാണ്. ആൻഡ് എൻ്റെ ബിലീഫ് എഡ്യൂക്കേഷൻ ഈസ് ദി ഓൺലി വേ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു കൺസേൺ ഇവിടെ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇവിടെ എല്ലാവർക്കും ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ ഈസ് ലിമിറ്റഡ്. അതെങ്ങനെയാണ് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നത്? ബിക്കോസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് ഞങ്ങളുടെ ഓപ്പൺ ആണ്. ഞാൻ പറയുന്നത് എല്ലാ എഡ്യൂക്കേഷൻ ഷുഡ് ഓപ്പൺ ദ മൈൻഡ്സ് ആൻഡ് ഓപ്പൺ ദർ ഹാർട്ട്സ്. ദാറ്റ് ഇസ് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ പർപ്പസ് 10th class 12th class എഞ്ചിനീയറിംഗ് അതല്ല എഡ്യൂക്കേഷൻ. ടു ഓപ്പൺ യുവർ മൈൻഡ്സ് ആൻഡ് ഹാർട്ട്സ്.
is the core purpose of education. So I hope, I think ഇവിടെ ഒത്തിരി scope ഉണ്ട് for higher education, for people to grow. And വേൾഡ് Erattupetta അല്ല, അത് വെരി ഇമ്പോർട്ടൻറ്റ്. അതാ ഞങ്ങൾക്ക് ഞാൻ എന്നെ myself, I consider myself as a global citizen. ഞാൻ Erattupetta born ആയി, പക്ഷെ ഞാൻ പഠിച്ചു വേറെ സ്റ്റേറ്റിലാ. ഇപ്പോൾ ലാസ്റ്റ് 8 years അമേരിക്കയിലാ. ഫോർ മീ ഞാൻ നോക്കുന്ന എന്നെ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ടാണ്. പക്ഷെ ഇവിടെ എൻ്റെ റൂട്ട്സ് ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ് റൂട്ട്സ്. എഡ്യൂക്കേഷനോ ഡിസബിലിറ്റി പറ്റി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ 100% ചെയ്യും. തീർച്ചയായിട്ടും. താങ്കളുടെ ഒരു ഫോക്കസ് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വരണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. താങ്കളുടെ അനുഭവങ്ങൾ, താങ്കളുടെ എക്സ്പീരിയൻസ്, റിലേഷൻസ്, എല്ലാം കണക്ഷൻസ്, ഇതെല്ലാം നമ്മളുടെ സ്വന്തം നാടിനും കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് അങ്ങനെ ഒരു ശ്രദ്ധ താങ്കൾക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. അബ്സല്യൂട്ട്ലി. അത് എന്റെ അച്ഛനും അമ്മയും ഇവിടെ തന്നെയാണ് താമസം. പിന്നെ അവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഞാൻ ഇപ്പം വരെ എന്തെങ്കിലും ഉള്ള ബിക്കോസ് ഓഫ് ദം. സോ ഒബ്വിയസ്ലി എനിക്ക് ഇവിടെ കണക്ഷൻ ഉണ്ട്. ഇവിടെ വരുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടുത്തെ എൻ്റെ കസിൻസിനൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഒത്തിരി ചെയ്യണം ഈ സ്ഥലത്തിന് വേണ്ടി, ഒത്തിരി ചെയ്യണം. എനിക്കൊരു ഹാപ്പിനെസ് കിട്ടണം ഈ സ്ഥലം ഗ്രോ ആവുമ്പോൾ. തീർച്ചയായും. സോ ദാറ്റ് ഇസ് മൈ ഹോപ്പ് ടു. താങ്കളുടെ ഫാമിലി ഒക്കെ എങ്ങനെയാണ്? ഫാമിലി, വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? എൻ്റെ വൈഫ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആദിത്യ ആരങ്കൽ. നിങ്ങൾ ഒന്നിച്ചാ പഠിച്ച ഒരു 25 years ago. ഷീസ് മഹാരാഷ്ട്രൻ, ഒറിജിനൽ മഹാരാഷ്ട്ര. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആദിത്യ ആരങ്കലില്. അത് കഴിഞ്ഞ് 10 വർഷം എൻ്റെ കൂടെ SAP-ലും വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് എൻ്റെ മോൻ ഉണ്ടായി കഴിഞ്ഞപ്പം പാർട്ട് ടൈം വർക്ക് ആയിപ്പം. ഇപ്പം ഷീസ് ഓൾസോ എൻ എഞ്ചിനീയർ. ഇപ്പൊ ഒരു നോൺ പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്ത്. ഇറ്റ്സ് കോൾഡ് ടെക്നോളജി ഫോർ ഗുഡ്. സോ സ്മോൾ നോൺ പ്രോഫിറ്റ്സിന് ടെക്നോളജി കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നുണ്ട്. അതാ ഷീസ് എ ഫൗണ്ടർ ഓഫ് ദാറ്റ്. വർക്ക് US പക്ഷെ അവരുടെ കോർ ടീം ബാംഗ്ലൂരിലാണ്. സോ ഷീ സ്റ്റിൽ വർക്കിംഗ് പാർട്ട് ടൈം. സാർ ഇപ്പൊ താമസിക്കുന്നത് കാലിഫോർണിയയിൽ തന്നെയാണ് താമസം? ഫാമിലിയായിട്ട് അവിടെ തന്നെ 8 years ആയിട്ട് ഞാൻ അവിടെ പോയി. മെയിൻ റീസൺ കാലിഫോർണിയ പോകേണ്ട മെയിൻ റീസൺ ആയിരുന്നു മോന്റെ ബെറ്റർ ഹെൽത്ത് കെയറിന്. ഓട്ടിസ്റ്റിക് ആണ്, ക്രോൺസ് ഡിസീസ് ഉണ്ട്, ഒരു സിവിയർ ഫോം ഓഫ് ഡിസബിലിറ്റി ഉണ്ട്. അപ്പം ആ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം US-ലായിരുന്നു മച്ച് ബെറ്റർ. അതിനു വേണ്ടിയാണ് ഞാൻ US-ൽ പോയത്. ബിക്കോസ് എൻ്റെ ഓർഗനൈസേഷൻ ഗ്ലോബൽ കമ്പനിയാണ്, ഞാൻ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓർത്ത് അമേരിക്ക പോവുകയാണെങ്കിൽ അവൻ്റെ ഹെൽത്ത് നീഡ്സ് വുഡ് ബി ബെറ്റർ. അതിനു വേണ്ടി അങ്ങോട്ട് പോയത് മോസ്റ്റ്ലി. നമ്മുടെ ഈ മാൻ പവർ, നിങ്ങൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും ആളുകളുടെയും മാൻ പവറിനെ നിങ്ങൾ വിലയിരുത്താറുണ്ടല്ലോ, എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. എന്താണ് ഡിഫറൻസ്? നമ്മളുടെ കേരളീയർ, അമേരിക്ക, ജർമ്മൻസ്, എങ്ങനെ അവരുടെ ഒരു ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഇതിന് ഒരു ഈ ക്വസ്റ്റ്യൻ LKY എന്ന് പറഞ്ഞ വെരി ഫേമസ് സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ ആണ് ലീ കാൻ യു ഇങ്ങനെ ചോദിച്ചു, ഈ ഈസ്റ്റും വെസ്റ്റും ഡിഫറൻസ് എന്താ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ തിങ്കിങ്? അപ്പം ലീ കാൻ യുടെ പ്രൈം മിനിസ്റ്ററുടെ ആൻസർ ആയിരുന്നു, വെസ്റ്റ് ഇസ് ആൻ ഇൻഡിപെൻഡന്റ് സൊസൈറ്റി, ഈസ്റ്റ് ഇസ് ആൻ ഇന്റർഡിപെൻഡന്റ് സൊസൈറ്റി. സോ അവിടുത്തെ ഫുൾ സിസ്റ്റം, അമേരിക്കയിലും മോസ്റ്റ് വെസ്റ്റേൺ കൺട്രീസ്, മോസ്റ്റ്ലി അമേരിക്ക, അവരുടെ സിസ്റ്റം ഇസ് ഓൾ അബൌട്ട് പ്രൊമോട്ടിങ് ഇൻഡിപെൻഡൻസ്, which means can an individual live on his own? That's our core mission. Or an individual as a whole, can he survive? East in the very different mindset. Our interdependent society. You are dependent on me, okay. You are dependent on him, he is dependent. So we're all interdependent. Nangalda society independence la focus, interdependence la focus. That's the biggest difference. So our full society is. What is the impact of that interdependence? So very good question. See, and just look at my son. And mohanna nokkanengi 14 years he's fully dependent. Most of the work he can't do on his own. So feeding cheyanam, kulipikkanam ella nangal janna cheyyam. Bhayangara dependence on the family and the people around. പക്ഷെ അമേരിക്കയുടെ സിസ്റ്റം ട്രെയിൻ ചെയ്യുന്ന അവന് ഇൻഡിപെൻഡൻസ് ആക്കാൻ വേണ്ടിയാ. ഹൗ ക്യാൻ ഹി ലിവ് ഓൺ ഹിസ് ഓൺ? പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ പറ്റിയല്ല. ഇന്ത്യയിൽ എങ്ങനെയാ, ആള് വെക്കും, നെയ്ബേഴ്സ് വരും, ഫ്രണ്ട്സ് വരും, എല്ലാരും നോക്കും, റൈറ്റ്? സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. സോ യുവർ സിസ്റ്റം ഇസ് ഡിസൈൻഡ് ഫോർ ഇന്റർഡിപെൻഡൻസ്. Our system is designed for independence. So anganaanengi, you will make sure that your home is designed in a way that the person can function on his own.
other biggest difference, if you ask, between the East and the West. One is an independent society, the other is an interdependent. ഔട്ട്പുട്ടിൽ ഒത്തിരി വ്യത്യാസമുണ്ടോ? ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. രണ്ട് ഞാൻ പറയല്ല ഒന്ന് അതറായിട്ട് ബെറ്റർ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ബോത്ത് ആർ ഗുഡ്, ബോത്ത് ആർ ഓൾസോ ഹാവ് ദർ ഓൺ ഡ്രോബാക്സ്. ബട്ട് യുനോ കമ്മ്യൂണിറ്റി ഒരു വെരി സെൻട്രൽ റോൾ പ്ലേ ചെയ്യും ഇൻ ഈസ്റ്റേൺ സൊസൈറ്റി. ഫുൾ കമ്മ്യൂണിറ്റീസ് ആർ വെരി ഇന്റർലിങ്ക്ഡ്. അവിടെ അങ്ങനെയല്ല, അവിടെ നെയ്ബർ ആരാന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് എവറിബഡി ഇസ് ഇൻഡിപെൻഡന്റ്, എവറിബഡി ലിവ്സ് ആസ് എ സെപ്പറേറ്റ് യൂണിറ്റ്. വാല്യൂസിന് വലിയ പ്രാധാന്യം ഇല്ല. See, അവരുടെ ഞാനൊരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, that there are all forms of currencies. In the West, there's only one form of currency, money. അതേ ഒരു കറൻസി ഉള്ളു. പക്ഷെ ഈസ്റ്റില് ഒത്തിരി കറൻസി ഉണ്ട്. ഗുഡ് വിൽ ഇസ് എ കറൻസി, നെറ്റ്വർക്ക് ഇസ് എ കറൻസി, കമ്മ്യൂണിറ്റി ഇസ് എ religion is a currency, money is one of the currencies. One of the many currencies is in the East. In the West, there's only one currency, money. എല്ലാം money based currency. Now that is good and bad both, right? So kindness is a currency, empathy is a currency, love is a currency, money is also a currency, but they measure everything on one currency. All are commercialized. Everything is commercial. Everything is finally they will go down to money. That's it, which is good and bad because you can't optimize everything to money, right? Different forms of currency. Next future plans എന്താണ് നിങ്ങളുടെ ഒരു? And I mean, as I said, when a lot of people ask me that question, ഞാൻ multiple hats wear ചെയ്യും. ഞാൻ ഒരു കോർപ്പറേറ്റ് സോഫ്റ്റ്വെയർ എക്സിക്യൂട്ടീവ് ഒരു ഹാറ്റ് ഉണ്ട്, ഒരു റൈറ്ററിന്റെ ഒരു ഹാറ്റ് ഉണ്ട്, ഒരു നോൺ പ്രോഫിറ്റ് ഫൗണ്ടേഷൻ റൺ ചെയ്യുന്ന ഒരു റോൾ ഉണ്ട്. ഞാൻ ഐ ടീച്ച് അറ്റ് കൊളംബിയ യൂണിവേഴ്സിറ്റി, അതൊരു ഹാറ്റ് ഉണ്ട്. ഒരു ഫാദറിന്റെ ഒരു ഹാറ്റ് ഉണ്ട്, റൈറ്റ്? സോ ദർ ഓൾ ഡിഫറെന്റ് റോൾസ് ദാറ്റ് വൺ. ഇത് ഞാൻ ചിലപ്പം പറയും, അത് ഞങ്ങൾ ചിലപ്പം ഡിന്നർ കഴിക്കാൻ പോകുമ്പോൾ 5 കോഴ്സ് ഡിന്നർ കഴിക്കും. കുറച്ച് ആദ്യം സൂപ്പ് കഴിക്കും, അത് കഴിഞ്ഞ് സ്റ്റാർട്ടേഴ്സ് കഴിക്കും, അത് കഴിഞ്ഞ് മെയിൻ മീൽ കഴിക്കും, അത് കഴിഞ്ഞ് ഡെസേർട്ട് കഴിക്കും. എവറിഥിങ് ടുഗദർ ഇസ് എ മീൽ, റൈറ്റ്? അങ്ങനെ ഫോർ മീ ഓൾ ഓഫ് ദീസ് റോൾസ് ആർ എ മീൽ. ഐ ഹാവ് എ റോൾ ആസ് എ ഫാദർ, ഐ ഹാവ് എ റോൾ ആസ് എ ടീച്ചർ, ഐ ഹാവ് എ റോൾ ആസ് എ റൈറ്റർ, ഐ ഹാവ് എ റോൾ ആസ് എ ടെക്നോളജിസ്റ്റ്. So future is in all directions, right? Because there's no one future. There's so many things you can do, and I think the future belongs to people who wear multiple hats. So future, sometimes എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. I say I live today. ഇന്ന് നാട്ടിലാണെങ്കിൽ I want to give my focus here, do whatever I can. Okay. That is what I believe in. ഏതായാലും നമ്മുടെ നാടിന് അഭിമാനമായി ഒട്ടേറെ മേഖലകളിൽ ഒരേ സമയം ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിച്ച് അത് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന നമ്മളുടെ ഈരാറ്റുപേട്ടയുടെ ഒരു വിശ്വപൗരനാണ് പ്രിയപ്പെട്ട ഫിറോസ് സാറ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ നമ്മളുടെ നാട്ടിലേക്കും കൂടി വരണമെന്നാണ് നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് മേഖലകൾ, ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് ആശയങ്ങൾ, ഐഡിയാസ് ഒക്കെയുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഭാവിയിൽ നമ്മുടെ നാട്ടിലും കുറേ സംരംഭങ്ങൾക്കും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഏരിയ എഡ്യൂക്കേഷൻ ആണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആ മേഖലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് തീർച്ചയായിട്ടും ഈ നാടിന് വേണ്ടി പതിപ്പിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. വളരെ തിരക്കിട്ട്, നേരത്തെ പറഞ്ഞല്ലോ 6 വർഷം കൂടിയാണ് അദ്ദേഹം ഈ നാട്ടിൽ വരുന്നത്. അപ്പം ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. അതിനിടയിലാണ് നമ്മളുടെ ഒരു ഇന്റർവ്യൂ തരാൻ വേണ്ടി ഇത്രയും വിലപ്പെട്ട സമയം അദ്ദേഹം നമുക്ക് വേണ്ടി ചെലവഴിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് വേണ്ടി ഈ ചെലവഴിച്ച ഈ സമയത്തിന് നമ്മളുടെ ഈ ന്യൂസിന്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും താങ്കളുടെ എല്ലാ നല്ല സംരംഭങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ഭയങ്കര നന്ദി. താങ്ക് യു. Mattakombanal Jewelry, the ideal jewelry shop since 1992. Mattakombanal Jewelry, PP Road, Erattupetta. Contact number 8893262626.